നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ പ്രായൂർ പഞ്ചായത്തിൽപ്പെട്ട മാമ്പറയിലുള്ള ഒരു അനധികൃതമായിട്ടുള്ള ഒരു കോറിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 5-8 വർഷം മുൻപ് അവിടെ ഒരു കോറി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഞാനവിടെ പ്രാദേശികമായി ചോദിച്ചപ്പോൾ അവിടെ പെരുമ്പാവൂർ ടീമുകളിലാണ് എന്നാണ് കോറി എന്ന് മനസ്സിലാക്കി പറഞ്ഞത്. അതിനുശേഷം അവിടെ ഈ കോറി അവിടുത്തെ ചുറ്റുമുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും ബുദ്ധിമുട്ട് ഈ കോറി പൊട്ടിക്കുന്ന കാരണം വളരെ ബുദ്ധിമുട്ടാണ്. അതേ തുടർന്ന് ഈ കോറി അടച്ചുപൂട്ടുകയുണ്ടായി. ഏകദേശം 8 വർഷത്തോളമായിട്ടും ഈ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വീണ്ടും ആ കോറി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവിടെ ഒരു പ്രതിഷേധ ധർണ, അതുപോലെ പ്രതിഷേധ കൂട്ടായ്മ നടന്നു പ്രായൂർ പഞ്ചായത്തിൽ. അതിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിലും ആൾക്കാരുണ്ട്. ഒരു പൗരസമിതി അതിനെതിരെ രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ഈ കോറി നിൽക്കുന്ന, നമുക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം, ആ കോറി നിൽക്കുന്നത്, കോറി ഉള്ളത് ഇവിടെ ജലജീവൻ മിഷന് വേണ്ടി പണിതിട്ടുള്ളൊരു വാട്ടർ ടാങ്ക്, അതുപോലെ KCB ലൈൻ പോകുന്നുണ്ട്, ടവർ പോകുന്നുണ്ട്, അതുപോലെ അവിടെ സ്കൂളുകളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ കോറി പൊട്ടിക്കുന്ന കാരണം ആ തൊട്ട വീടുകളെല്ലാം കല്ലും മറ്റും തെറിച്ച് വീഴുകയും അവിടെ വീടുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിനെതിരെ നാട്ടുകാർ വളരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചു. അതുപോലെ അവിടുത്തെ കുറച്ച് പൊതുപ്രവർത്തകരും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരു പൗരസമിതി രൂപീകരിച്ചു. ഇന്നലെ അവിടെ പ്രായൂർ പഞ്ചായത്തിൽ അതേ തുടർന്ന് ചർച്ച നടത്തി. അവിടുത്തെ ഈ ചർച്ച നടത്തിയ സമയത്ത് അവിടുത്തെ മെമ്പർമാരും അതുപോലെ അവിടുത്തെ കുറേ അമ്മമാരും എല്ലാവരും പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും ഈ കോറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. കാരണം ഞങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോറി ഒരിക്കലും വരാൻ അനുവദിക്കില്ല, ശക്തമായി തന്നെ പറഞ്ഞവർ. കാരണം എല്ലാവരും സ്ഥലം പെടുന്നത് മാമ്പറയാണ്. പ്രായൂർ പഞ്ചായത്തിൽ മാമ്പറ, കിഴക്കഞ്ചേരിക്കാവ്, പുതിയ സ്റ്റോപ്പ്, അങ്ങനെ കുറേ പ്രദേശങ്ങൾ ഉൾപ്പെട്ടാണ് ഈ സ്ഥലം. അവിടെയാണ് കുറച്ച് ഉള്ളിലാണെങ്കിലും അവിടെ കുറേ വീടുകളുണ്ട്. അവർക്കെല്ലാം ഈ ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ ഈ വാട്ടർ ടാങ്ക് ഉണ്ട്, ജലജീവൻ മിഷൻ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അവിടെ ജലജീവൻ മിഷന് വേണ്ടി പണിതിട്ടുള്ള ടാങ്ക്, അതുപോലെ KCB ടവറുകൾ, അതുപോലെ തന്നെ സ്കൂളുകളെല്ലാം ഉണ്ട്. എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയും അവിടുത്തെ ഇപ്പം ലൈസൻസ് നടത്തിപ്പുകാർ പറഞ്ഞ് എങ്ങനെ തുറക്കണം എന്ന നിലപാടിലാണ് തോന്നുന്നത്. നാട്ടുകാരും അതുപോലെ പൗരസമിതിയും രൂപീകരിച്ച് അവർ പറഞ്ഞത്, ഒരിക്കലും ഞങ്ങൾ ഈ കോറി തുറക്കാൻ അനുവദിക്കില്ല, നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു സ്കൂളുണ്ട്, അതുപോലെ ജലജീവൻ മിഷന് വേണ്ടി പണിതിട്ടുള്ള വാട്ടർ ടാങ്ക് ഉണ്ട്, അത് KCB ലൈനുണ്ട്. വളരെ ഈ കോറി വീണ്ടും പ്രവർത്തിച്ചാൽ വളരെ അപകടകരമാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെയും അവിടുത്തെ പൊതുപ്രവർത്തകരുടെയും അവിടുത്തെ പൗരസമിതി നിലപാട്. 8 വർഷമായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു വീണ്ടും തുറക്കാനുള്ള ഒരു ഇതുണ്ടായപ്പോൾ ഇന്നലെ അവിടെ ഒരു പ്രതിഷേധ ധർണ നടത്തി, പ്രതിഷേധ കൂട്ടായ്മ നടത്തി, പഞ്ചായത്ത് അധികൃതമായി അവിടെ ഈ ചർച്ച നടത്തി. എങ്ങനെയും തുറക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ നാട്ടുകാരുടെ നിലപാട്, അവിടുത്തെ മെമ്പർമാർ ഉൾപ്പെടെയുള്ളത് പറയുന്നത്. പിന്നെ ഇന്നലെ വീഡിയോ ചെയ്യുമ്പോൾ അവിടുത്തെ കുറച്ച് ആളുകൾ, എനിക്കറിയില്ല, കോറിയുടെ ആൾക്കാരെ ആയിരിക്കും, എനിക്കറിയില്ല, അവിടുത്തെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് നിലപാടിൽ ഉറച്ചു നിന്നു. വീടെടുത്താൽ നമ്മൾ വീട് എന്തുകൊണ്ടാണ് എടുക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മാധ്യമ ധർമ്മമാണ്, ഞാൻ വീഡിയോ ചെയ്യും എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു ഉറച്ച നിലപാടെടുത്തു. ഇതൊന്നും സുഹൃത്ത് ഒരു കാര്യം പറയട്ടെ, ഈ ഭീഷണിയില്ല എന്നോട് വേണ്ട. ഇതെല്ലാം ഞാൻ കുറേ കണ്ടതാണ്. താങ്കളുടെ ഈ ഓലപ്പാമ്പ് കാണിച്ച് എന്നെയൊന്നും പേടിപ്പിക്കേണ്ട സുഹൃത്തെ, മനസ്സിലായില്ലേ? ഇതൊക്കെ കുറേ കണ്ടതാണ്.
താങ്കളുടെ ഭാഷപ്പാരം നിൻ്റെ എല്ലാം ഭീഷണി എന്നോട് വേണ്ട. ഞാൻ വലിയ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഇതും ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭീഷണിയൊന്നും എന്നോട് വേണ്ട. അവിടുത്തെ ഇത് കോറി നടത്തുന്ന ആളുകൾക്ക് മറ്റവർക്ക് ഇല്ലാത്തൊരു അസുഖം തനിക്കെന്തിനാണ്? നിനക്കെന്താണ് അതിന് അസുഖം? അവർക്കൊന്നില്ലാത്ത ചോദിച്ചു താങ്കൾക്കെന്തിനാണ്, അല്ലെങ്കിൽ നിനക്കെന്താണ്? മനസ്സിലായില്ലേ? നമുക്ക് ആ കോറിയുടെ വീഡിയോ കണ്ടു നോക്കാം. അവിടെ പ്രതിഷേധം നടത്തിയതും മറ്റുള്ള വീഡിയോ കണ്ടു നോക്കാം. ന്യൂസിൽ ഒരാളുടെ പൈസ വന്നാൽ നിന്നെ ഞാൻ കോടതി കയറ്റുട്ടാ. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, ഞങ്ങളുടെ നാട്ടിൽ കോരി തുടങ്ങി. സിന്ദാബാദ് സിന്ദാബാദ്, പൗരമുന്നണി സിന്ദാബാദ്, പൗരമുന്നണി സിന്ദാബാദ്. മാമ്പഴക്കോരി അനുവദിക്കില്ല. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, ഞങ്ങളുടെ നാട്ടിൽ കോരി തുടങ്ങി. അല്ല, ഇല്ല, അനുവദിക്കില്ല. മാമ്പഴക്കോരി അനുവദിക്കില്ല. വെള്ളം നൽകൂ, ജീവൻ നൽകൂ. പറ്റി തുടങ്ങി. അത് ഞങ്ങൾക്ക് വരുന്ന ഉറപ്പില്ലാണ്ടാണ് ഒരിക്കലും കോറി ഞങ്ങൾ പൊട്ടിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ ജീവനുള്ളതുകൊണ്ട് കാലം ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ലോണെടുത്താണ് വീടുകൾ കെട്ടിയിരിക്കുന്നത്. ആ വീടുകൾ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഇത് ലാസ്റ്റാണ്. ഇനി പഞ്ചായത്തുകാരിൽ ആര് വന്ന് പറയും വേണ്ട, ആരും അങ്ങോട്ട് വരും വേണ്ട. വന്നാൽ അവരുടെ വണ്ടിയൊക്കെ ഞങ്ങൾ എറിഞ്ഞു പൊട്ടിക്കും. അവിടുത്തെ കോറിയുടെ കണ്ടില്ലേ, കോറി വീഡിയോ കണ്ടില്ലേ? വളരെ ഒരു അപകടം വരുത്ത ഒരവസ്ഥ തന്നെയാണ് അവിടെ. അവിടുത്തെ ചുറ്റുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും, അതുപോലെ അവിടുത്തെ സ്കൂളുണ്ട്, അതുപോലെ KCB ലൈനുകൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജലജീവൻ മിഷന് വേണ്ടി പണിതിട്ടുള്ള ടാങ്കുണ്ട്, വെള്ള ടാങ്കുണ്ട്. അതിനെല്ലാം ഈ കോറി ഭീഷണി തന്നെയാണ്. അപ്പോൾ അവിടുത്തെ മെമ്പർമാരടക്കം എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ഈ കോറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. മറ്റേതെങ്കിലും വാഹനങ്ങൾ കോറിയുടെ മറ്റോ ഏത് വാഹനങ്ങൾ വന്നാൽ ഞങ്ങൾ തല്ലിപ്പൊളിക്കും എന്നാണ് അവിടുത്തെ മെമ്പറും ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അത് വീഡിയോ കാണാൻ പറ്റും നിങ്ങൾക്ക്.
ഒരിക്കലും ഞങ്ങൾ ഈ കോറി വരാൻ ഞങ്ങൾ അനുവദിക്കില്ല തന്നെയാണ് ഉറച്ച നിലപാടിൽ തന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാം ഒരു ചേർന്നിട്ട് പൗരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിൽ അംഗങ്ങളുമാണ്. അവരെല്ലാം ഇത് അവരെല്ലാം ഇത് തന്നെ പറയുന്നത്. ഒരിക്കലും ഈ കോറി വരാൻ ഞങ്ങൾ ഇനി വീണ്ടും പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഏത് തരത്തിൽ കോറിയിലേക്ക് ഏത് വാഹനങ്ങൾ വന്നാൽ ഞങ്ങൾ തല്ലിപ്പൊളിക്കും, ആ വാഹനം തല്ലിപ്പൊളിക്കും എന്നാണ് അവർ പറഞ്ഞത്. നന്ദി, നമസ്കാരം. വേറൊരു കാര്യം കൂടെ, ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്, ഈ മാധ്യമ രംഗത്തേക്ക് ഇറങ്ങിയത്, ഈ മാധ്യമ രംഗത്തുണ്ടാകുന്ന കോൺസിക്വൻസ് അഥവാ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ വരായികൾ എന്താണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. ഞാൻ എപ്പോഴും നേരോടെയും സത്യത്തോടും നീതിക്കൊപ്പം തന്നെ എപ്പോഴും ഞാൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് താങ്കളുടെ ആരുടെയും ഭീഷണി എന്നോട് വേണ്ട. ഈ ഭീഷണിയെല്ലാം ഞാൻ കുറേ കണ്ടതാണത്. അതുകൊണ്ട് ഈ ഭീഷണി എന്നോട് വേണ്ട. ഇതിന് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ മാധ്യമ രംഗത്തേക്ക് ഇറങ്ങിയത് ഇതിൻ്റെ വരായികൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് ഞാൻ ഇറങ്ങിയത്. ഇതിൽ വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അഥവാ കോൺസിക്വൻസുകൾ എന്താണെന്ന് വ്യക്തമായി തന്നെ എനിക്കറിയാം. അതുകൊണ്ട് താങ്കളുടെ ഒന്നും ഭീഷണി എന്നോട് വേണ്ട. താങ്കളെക്കാൾ എത്രയോ വലിയ ആളുകളുടെ ഭീഷണിയിൽ ഞാൻ എത്രയോ കണ്ടിട്ടുള്ള വ്യക്തി കൂടി ഞാൻ. അതുകൊണ്ട് ഭീഷണി എന്നോട് വേണ്ട. ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കും വേണ്ട. അങ്ങനെ പേടിച്ച് പോകുന്ന ഒരാളുമല്ല ഞാൻ, മനസ്സിലായില്ലേ? ഇന്നലെ ഞാൻ താങ്കളോട് പ്രതികരിക്കാതിരുന്നത് ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട. അതുമാത്രമല്ല, എനിക്ക് താങ്കളെപ്പോലുള്ള ആളുകൾ സംസാരിക്കാൻ താല്പര്യമില്ല, മനസ്സിലായല്ലേ? അതുകൊണ്ട് ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ഈ ഭീഷണിയൊക്കെ ഞാൻ കുറേ കണ്ടതാണത്.